സുന്ദര, ആ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ അവിടെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, ആ. പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. ആ, അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള ഉജാല ഉജാല ഉജാല. വേണ്ട വേണ്ട, എല്ലാം മാക്കി എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. മിൽമ പ്രസിഡന്റ്. Yes, come in. ഞാൻ എവിടെ കിടക്കണ്ടേ? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എടോ, വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. എന്താണ്? എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തല വെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്, എടുത്തിട്ട് പാണ്ടാറടങ്ങ അതിന്റെ ശരി മുകളിൽ. മുതലാളി. സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് പുറ നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടർസിൽ കിടന്നോ. ടെറസിലാ? വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ആ ശരി. ദാ, ശരിക്കും മുതലാളി ഞാനാ. ആ ശരി, ശരിക്കും മുതലാളി. ശരിക്കും മോലാളി. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മോലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. പോടാ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ. ആ, താമരാക്ഷ പിള്ള ബസ്. പേടിയുണ്ട, എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. അവര് ഡാഡി കഴിയുന്നു. അതില്ലെങ്കിലോ? ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാണ്. അത് അവർക്കറിയാലോ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലോ. അന്നച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. അല്ല, പറഞ്ഞല്ലേ ഉള്ളൂ. എന്താ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ്ങായിരിക്കും. മിന്നാമിനിന് എത്ര വെട്ടോ? ചിലപ്പോ ഫാമിലിയായിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്റെ കുടുംബയോഗോ? നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതം. ഞാൻ എപ്പോഴും പറഞ്ഞില്ല ഇവിടെ കോഴി ഉണ്ടെന്ന്. ഈ കൊരങ്ങൻ എപ്പോഴും നോണേ പറയും.